നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ആരംഭിച്ചു. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ട് ചെയ്യാനെത്തി. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ടിംഗ് മെഷീൻ തകരാറിൽ. അയ്യൻകോയിക്കൽ പയ്യൻകുളം LP സ്കൂളിലാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. 32 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോഴേക്കും മെഷീൻ തകരാർ. കൊട്ടിക്കലാശത്തിനിടെ അക്രമം നടന്ന കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കനത്ത സുരക്ഷയിൽ വോട്ടിംഗ്. മണ്ഡലത്തിൽ 10ഓളം പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഉള്ളതായി വിലയിരുത്തൽ. ബൂത്തുകൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലും LDF സ്ഥാനാർത്ഥി M മുകേഷ് ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലും വോട്ട് ചെയ്തു. വോട്ടെടുപ്പ് പൊതുവെ ശാന്തമായിരുന്നു. വോട്ടെടുപ്പിന്റെ തലേ ദിവസം പെയ്ത വേനൽ മഴ വോട്ടെടുപ്പ് ദിനത്തിൽ തടസ്സമുണ്ടാക്കുമോ എന്ന ആശങ്കയിലായിരുന്നു വോട്ടെടുപ്പ് ദിനം പിറന്നത്. എന്നാൽ പുലർച്ചെ മുതൽ തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കടുത്ത ചൂടിനെ ഭയന്നാകാം വോട്ടർമാർ പോളിംഗ് കേന്ദ്രങ്ങളിൽ നേരത്തെ എത്തിയതെന്നും വേണം അനുമാനിക്കാൻ. കൊല്ലം പാർലമെന്റിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കൊല്ലം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 42ാം ബൂത്തിലെത്തി വോട്ട് ചെയ്തു. കുടുംബത്തോടൊപ്പം എത്തിയാണ് പ്രേമചന്ദ്രൻ വോട്ട് ചെയ്തത്. വോട്ട് ചെയ്ത ശേഷം പ്രേമചന്ദ്രൻ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ കണ്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. നാലാംകിട രാഷ്ട്രീയം CPM കളിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി M മുകേഷ് പട്ടത്താനം SNDP ഗവൺമെന്റ് UP സ്കൂളിലെത്തി വോട്ട് ചെയ്തു. തനിക്കെതിരെ നടത്തിയ വ്യക്തിഹത്യയിൽ ഏറെ വേദനയുണ്ടെന്ന് മുകേഷ് പിന്നീട് പറഞ്ഞു. കനത്ത പോളിംഗ് LDFന് അനുകൂലമാകുമെന്നും മുകേഷ് പറഞ്ഞു. NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ വോട്ട് ചെയ്തത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലാണ്. ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ആരംഭിച്ചു. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ട് ചെയ്യാനെത്തി. ചവറയിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ളയും കരുനാഗപ്പള്ളി തഴവയിൽ CR മഹേഷ് MLA വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ആരംഭിച്ചു. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടിംഗിന് തുടക്കമായി. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് അനുഭവപ്പെടുന്നത്. രാവിലെ തന്നെ സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ട് ചെയ്യാനെത്തി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പഴഞ്ഞിക്കാവ് തോട്ടിൽവടക്ക് PSPM UPSലാണ് വോട്ട് ചെയ്യാനെത്തിയത്. രാവിലെ തന്നെ MLA എത്തിയിരുന്നു. NK പ്രേമചന്ദ്രൻ MP കൊല്ലം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ചവറയിലെത്തി. ചവറ കൊറ്റൻകുളങ്ങര സ്കൂളിലാണ് NK പ്രേമചന്ദ്രൻ MP എത്തിയത്. വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും കണ്ടതിനു ശേഷമാണ് MP മടങ്ങിയത്. രാവിലെ മുതൽ തന്നെ ശക്തമായ പോളിംഗ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. പ്രാരംഭഘട്ടത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങളുടെ അടിസ്ഥാനത്തിൽ കേവലമായ താമസത്തിലും ഒഴിച്ചാൽ സുഗമമായിട്ടുള്ള പോളിംഗ് ആണ് നടക്കുന്നത്. വളരെ നല്ല റെസ്പോൺസാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള പോളിംഗാണ്. LDFന് അനുകൂലമായ നിലയിൽ നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്നത് തന്നെയാണ് നാം നോക്കുന്നത്. വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം നോക്കുകയാണല്ലോ, കഴിഞ്ഞ ദിവസം CPMന്റെ രാഷ്ട്രീയ പാപ്പരത്വം ഒഴിവാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം അനോണിമസായിട്ടുള്ള ലെറ്ററേഡ് ആളും പേരും ഒന്നുമില്ലാതെ ആരാണ് പിന്നിലെന്നോ ആരാണ് പ്രതീക്ഷയെന്നോ എന്ന് വെളിപ്പെടുത്താതെയുള്ള പിതൃത്വമില്ലാത്ത ലഘുലേഖകളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ വൈകുന്നേരത്തോടുകൂടി ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പ്രകടനവുമായി ഇറങ്ങി. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്രയും നിലവാരമില്ലാത്ത നിലയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പൂർണ്ണം കൊണ്ടുപോകുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ CPMനെ പോലൊരു പാർട്ടി കാണുന്നത് എത്ര ബാലിശമായിട്ടാണ്. കൊട്ടിക്കലാശത്തിനിടയിലുണ്ടായ അക്രമത്തിൽ പരിക്കേറ്റ CR മഹേഷ് MLA ആശുപത്രി കിടക്കയിൽ നിന്ന് വോട്ട് ചെയ്യാനെത്തി. തഴവ AVHS 67 നമ്പർ ബൂത്തിലാണ് CR മഹേഷ് MLA വോട്ട് ചെയ്യാനെത്തിയത്. വോട്ട് ചെയ്ത ശേഷം തിരികെ ആശുപത്രിയിലേക്ക് പോയി.
വടക്കൻ മൈനാഗപ്പള്ളി SKV LP സ്കൂളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. വളരെ ആവേശത്തോടെയാണ് വോട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഓരോ ബൂത്തിനു മുമ്പിലെയും നീണ്ട നിര ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും ഇത് വാശിയേറിയ പോരാട്ടമാകും. ഫലമറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക്. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. അയ്യൻകോയിക്കൽ പയ്യൻകുളം LP സ്കൂളിലാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. 32 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോഴേക്കും മെഷീൻ തകരാറിലായി. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായി. അയ്യൻകോയിക്കൽ പയ്യൻകുളം LP സ്കൂളിൽ 32 വോട്ട് രേഖപ്പെടുത്തിയപ്പോഴേക്കും വോട്ടിംഗ് മെഷീൻ തകരാറിലായി. ആദ്യം തന്നെ തകരാറ് കാണിച്ചിരുന്നെങ്കിലും പിന്നീട് മെഷീനിൽ വോട്ട് ചെയ്യാൻ തുടങ്ങി. തുടർന്ന് 32 വോട്ടായപ്പോഴേക്കും വീണ്ടും മെഷീൻ തകരാറിലായി. ബൂത്തിനു മുന്നിൽ നീണ്ട നിര തന്നെയാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് തുടങ്ങി. രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ബൂത്തുകളിൽ. ഏറെ ആവേശത്തോടെയാണ് മണ്ഡലം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര. കായംകുളം വിട്ടോബ സ്കൂൾ, തേവലപ്പുറം ഗവൺമെന്റ് LPS, നൂർനാട് CBM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ കനത്ത നിരയാണ് അനുഭവപ്പെടുന്നത്. ഏറെ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടർമാരും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഓച്ചിറയുടെ വിവിധ പ്രദേശങ്ങളിലും രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ നീണ്ട നിരയാണ്. ഹരിതചട്ടം പാലിച്ചാണ് ബൂത്തുകൾ പലതും പ്രവർത്തിക്കുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ബൂത്തിലെത്തുന്നവർക്ക് സംഭാരവും വിതരണം ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കൊട്ടിക്കലാശത്തിനിടെ അക്രമം നടന്ന കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കനത്ത സുരക്ഷയിൽ വോട്ടിംഗിന് തുടക്കം. മണ്ഡലത്തിൽ 10ഓളം പ്രശ്നസാധ്യതാ ബൂത്തുകൾ ഉള്ളതായി വിലയിരുത്തൽ. ഈ ബൂത്തുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കൊട്ടിക്കലാശത്തിനിടയിൽ സംഘർഷം നടന്ന കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മൊത്തം 182 ബൂത്തുകളാണുള്ളത്. 728 ഉദ്യോഗസ്ഥരെയും വോട്ടിംഗിനായി നിയോഗിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മൊത്തം 21,04,648 വോട്ടർമാരാണുള്ളത്. 10ഓളം പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. കരുനാഗപ്പള്ളി, ഓച്ചിറ, തഴവ, ഇടക്കുളങ്ങര തുടങ്ങി വിവിധ സ്ഥലങ്ങളിലാണ് പ്രശ്നസാധ്യത ബൂത്തുകൾ ഉള്ളത്. ഈ ബൂത്തുകൾ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ്. 4 വീതം കേന്ദ്രസേന അംഗങ്ങളെ ഓരോ ബൂത്തിലും നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ കമ്മീഷണറുടേത് ഉൾപ്പെടെ 4 സ്ട്രൈക്കർ ഫോഴ്സുകളും ഇവിടങ്ങളിൽ പെട്രോൾ നടത്തുന്നുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഓടിയെത്താൻ പ്രത്യേകം പോലീസ് സേനയും സദാ സജ്ജമായിരിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി തൊടിയൂരിൽ ദൂരപരിധി ലംഘിച്ച ഫ്ലെക്സ് ബോർഡും ചുവരെഴുത്തും പോലീസ് ഇടപെട്ട് നീക്കം ചെയ്തു. തൊടിയൂർ HSSലെ 155 നമ്പർ ബൂത്തിലാണ് സംഭവം. ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച ദൂരപരിധി ലംഘിച്ച് സ്ഥാനാർത്ഥികളുടെ ബോർഡ് വെച്ച് വന്ന കാരണം പറഞ്ഞ് കഴിഞ്ഞ ദിവസം പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. തുടർന്ന് രാവിലെയും വാക്കുതർക്കത്തിലെത്തിയപ്പോൾ പോലീസ് ഇടപെട്ടു. SI ഷിജുവിന്റെ നേതൃത്വത്തിൽ NDA ബോർഡുകളും LDFന്റെയും UDFന്റെയും ചുവരെഴുത്ത് മറയ്ക്കുകയും ചെയ്തതോടെ ഒരു സംഘർഷം ഒഴിവാകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്വകാര്യ ബസും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചക്കുവള്ളി മലനട റോഡിൽ പോഴുവഴി കൈതാക്കുളത്തിന് സമീപമായിരുന്നു അപകടം. സ്വകാര്യ ബസും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചക്കുവള്ളി മലനട റോഡിൽ പോരുവഴി കൈതാക്കുളത്തിന് സമീപമാണ് അപകടമുണ്ടായത്. പത്തനാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ എതിർദിശയിൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തു വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ ശാസ്താംകോട്ട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റയാളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സംഭവം അറിഞ്ഞ ശൂരനാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഒമാനിലെ നിസ്വയിൽ നടന്ന വാഹനാപകടത്തിൽ 2 മലയാളി നഴ്സുമാർ ഉൾപ്പെടെ 3 പേർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ മസ്കറ്റ് ഇബ്രി ഹൈവേയിലാണ് അപകടം നടന്നത്. മരണപ്പെട്ട നഴ്സുമാരിൽ ഒരാളായ മാജിദ രതീഷ് കൊല്ലം കൊട്ടിയം സ്വദേശിയാണ്. നിസ്വ ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് നടന്നു പോവുകയായിരുന്ന നഴ്സുമാരാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ ഒരു ഭാഗം മുറിച്ചു കടന്ന് മറുഭാഗത്തേക്ക് കടക്കാൻ കാത്തു നിൽക്കുകയായിരുന്ന ഇവരുടെ മേൽ പരസ്പരം കൂട്ടിയിടിച്ച 2 വാഹനങ്ങൾ ഇടിച്ചു കയറുകയായിരുന്നു. ഉടനെ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. മരണപ്പെട്ട മാജിദ രതീഷ് കൊല്ലം കൊട്ടിയം സ്വദേശിയാണ്. ഇവരുടെ ഭർത്താവും മക്കളും അടുത്ത ദിവസം ഒമാനിലേക്ക് വരാനിരിക്കുകയായിരുന്നു.
ഇരിങ്ങാലക്കുട സ്വദേശി ഷാർജയാണ് മരിച്ച മറ്റൊരു നഴ്സ്. ഇവരും ഇതേ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ്. മരിച്ച മൂന്നാമത്തെയാൾ അമാനി ഈജിപ്റ്റ് സ്വദേശിയാണ്. പരിക്കേറ്റ 2 നഴ്സുമാർ മലയാളികളാണ്. ഇതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ്. റോയൽ ഒമാൻ പോലീസും ഹെൽത്ത് മിനിസ്ട്രിയും അടിയന്തര ഇടപെടലുകൾ നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ആരംഭിച്ചു. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ട് ചെയ്യാനെത്തി. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ടിംഗ് മെഷീൻ തകരാറിൽ. അയ്യൻകോയിക്കൽ പയ്യൻകുളം LP സ്കൂളിലാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. 32 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോഴേക്കും മെഷീൻ തകരാറ്. കൊട്ടിക്കലാശത്തിനിടെ അക്രമം നടന്ന കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കനത്ത സുരക്ഷയിൽ വോട്ടിംഗ്. മണ്ഡലത്തിൽ 10ഓളം പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഉള്ളതായി വിലയിരുത്തൽ. ബൂത്തുകൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.